ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏത്തപ്പഴം പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി പഴം നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഈ പഴം നല്ലപോലെ വേവിച്ചിട്ടെടുക്കണം. പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴം വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നേരത്തെ പഴം വേവിക്കുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ നല്ലപോലെ തിളച്ച് വെന്ത് കഷ്ണങ്ങളിലേക്ക് പിടിക്കണം. അതുവരെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടി തേങ്ങ നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. തേങ്ങ നല്ലപോലെ വെന്ത് പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. ഇപ്പോൾ തേങ്ങ ഒക്കെ നല്ലപോലെ വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല. നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെയാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല പുളിയൊക്കെ ഉള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. തൈര് നന്നായിട്ട് ചൂടാകണം, എന്നാലേ അത് തിളക്കാനും പാടില്ല. ഇപ്പോൾ തൈരൊക്കെ ചേർത്ത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 3-4 വറ്റൽമുളക് 2ആയി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം.
ഇനി ഈ താളിപ്പ് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫെമി ഫുഡ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.